ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. പക്ഷെ നമ്മൾ ഇതിൽ ചേർക്കുന്ന വിഭവങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ രണ്ടും തമ്മിൽ ചേരുമോ എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. നമ്മൾ സാധാരണ പടവലങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറില്ല. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പടവലങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്ത മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ പടവലങ്ങ നമ്മളെപ്പോഴും കറികളല്ലേ ഉണ്ടാക്കാറുള്ളൂ. പടവലങ്ങ മാത്രമായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കും. പടവലങ്ങയുടെ കൂടെ വേറെ വെജിറ്റബിൾസ് ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറില്ല. പടവലങ്ങയുടെ കൂടെ നമുക്ക് പല വെജിറ്റബിൾസും ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പടവലങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പടവലങ്ങയുടെ ഏകദേശം വലിപ്പം വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പടവലങ്ങ കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ആ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്ന രീതിയിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പടവലങ്ങ ഇതുപോലെ നീളത്തിൽ ചെറിയ തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി തിക്നെസ് കുറച്ചിട്ടാണ് കേട്ടോ. നീളമൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ തിക്നെസ് കുറച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവ് കൂടുതലും പടവലങ്ങയ്ക്ക് വേവ് കുറവാണ്. അപ്പോൾ നമ്മൾ വേവ് അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം ചേർത്തിട്ടും ചെയ്യാം. പച്ചമുളക് ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.25 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം തളിച്ചു കൊടുക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ ആവിയിലും ഈ എണ്ണയുടെ ഇതിലും കൂടിയാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ വെളുത്തുള്ളി ചതച്ചതോ ചോപ്പ് ചെയ്തതോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇനി ചേർക്കുന്നത് 2 വറ്റൽമുളകാണ്. വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. സവോളയും പച്ചമുളകും ഒക്കെ ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ആവിയിൽ എണ്ണയിലൊക്കെ വേവിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിച്ചെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി പോവാതെ കിട്ടും. ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങും പടവലങ്ങയും ചേർത്തൊക്കെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ പടവലങ്ങ കറി ഉണ്ടാക്കാറുണ്ട്, പടവലങ്ങ തോരൻ ഉണ്ടാക്കാറുണ്ട്, പടവലങ്ങ മാത്രം ഉപയോഗിച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ 2-3 വെജിറ്റബിൾസ് ചേർത്തിട്ട് പടവലങ്ങയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും. പിന്നെ നമ്മൾ പടവലങ്ങ ഉപയോഗിക്കുന്ന അവിയൽ ഉണ്ടാക്കാനും പടവലങ്ങ പച്ചടി ഉണ്ടാക്കാനും ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. പടവലങ്ങ ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഞാനിപ്പോൾ പടവലങ്ങ ചേർക്കുന്നില്ല. ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞിട്ടേ പടവലങ്ങ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓവർ കുക്കൊന്നും ആവില്ല കേട്ടോ, ചെറിയൊരളവിലൊന്ന് കുക്കായി തുടങ്ങുള്ളൂ. അപ്പോൾ ചെറിയ ബർണറിൽ വയ്ക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചെറിയ തീയിൽ കുക്കാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ എരിവിന് 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം.
അതാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ട് 2 പച്ചമുളകും കൂടി ചേർക്കുക. ഇനി നമ്മുടെ ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടികളൊന്ന് കുക്കായി വരണം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കാതിരിക്കുന്നത്. പിന്നെ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഗരം മസാല ചേർക്കാം ഈ ഒരു സ്റ്റേജിൽ. എനിക്ക് ഈ ഒരു മെഴുക്കുവരട്ടിയിൽ ഗരം മസാലയുടെ ഫ്ലേവറൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. രണ്ടിനും നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഉരുളക്കിഴങ്ങ് മുറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം. പടവലങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പടവലങ്ങ ചേർത്തിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്താലേ ഉപ്പ് പിടിച്ചു വരുള്ളൂ. ഈ എല്ലാ വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ ഈസിയാണ് ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അതുപോലെ പടവലങ്ങ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടച്ചു വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇനി ഒരുപാട് സമയം അടച്ചു വെക്കരുത്. ഇനി ഒരു 2-3 മിനിറ്റിൽ കൂടുതൽ അടച്ചു വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ പടവലങ്ങ വെന്ത് കുഴഞ്ഞു പോരുത്. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഴുക്കുവരട്ടിക്ക് അത്ര സുഖം ഉണ്ടാവില്ല, കഴിക്കാനും കാണാനും ഒക്കെ സുഖം ഉണ്ടാവില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാനാണ് നമ്മൾ കൂടുതൽ സമയം അടച്ചു വെക്കേണ്ടത്. പടവലങ്ങ വേഗം കുക്കായി കിട്ടിക്കോളും. അപ്പോൾ പടവലങ്ങ കുഴഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന മെഴുക്കുവരട്ടിയാണ് താല്പര്യമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം, ഒരു 3 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോവാണ്. നമ്മുടെ പടവലങ്ങയും ഉരുളക്കിഴങ്ങും ഇതാ കുക്കായിട്ടുണ്ട്. പടവലങ്ങ വല്ലാതെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഞാനൊരു 3 മിനിറ്റോളം പടവലങ്ങ ചേർത്തതിന് ശേഷം ഞാനൊരു 3 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് എണ്ണയിൽ മൊരിഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. വല്ലാതെ മൊരിഞ്ഞിട്ടൊന്നുമില്ല. വല്ലാതെ മൊരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഇങ്ങനെ മൊരിച്ചെടുക്കണോ അല്ലാതെ കുഴഞ്ഞ രീതിയിൽ ഇരിക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.